ഹലോ ഗൈസ്. മാമനെ ഇന്ന് വരുന്ന വഴിക്ക് ഒരു തോട്ടത്തുനിന്ന് ഉഴിഞ്ഞ കിട്ടി. ഉഴിഞ്ഞ നമ്മൾ തമിഴിൽ മുടക്കട്രാൻ കീര എന്ന് പറയും. ഞാനുണ്ടല്ലോ ഉഴിഞ്ഞ മുന്നൊക്കെ പറമ്പിൽ കാണാറുണ്ട്. പറമ്പിൽ കാണുമ്പോൾ ഇത് ഒരു സാധാരണ കാട്ടുസസ്യമായിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഇടയിൽ തമിഴ്നാട്ടിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയ സമയത്ത് ക്ഷേത്രത്തിൻ്റെ പരിസര ഭാഗങ്ങളിലെല്ലാം പല വിൽപ്പനക്കാരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒഴിഞ്ഞ ഒരു വള്ളിച്ചെടിയാണ് അവരിങ്ങനെ ചുറ്റി വെച്ചിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായിപ്പോയി, ഇതെന്തിനാണ് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ചോദിക്കാനും നിന്നില്ല, അത് വാങ്ങേണ്ട വരുമോയെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം കച്ചവടക്കാരൊരു ഇതല്ലേ, അവിടെയുള്ള കച്ചവടക്കാരൊരു ഇതല്ലേ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നമ്മളെ തലയിൽ വെച്ച് കിട്ടും. പിന്നെ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞതിൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കി. എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പേര് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തമിഴ് പേരെടുത്തു. എന്നിട്ട് മുടക്കട്രാൻ കീരയെന്ന് കണ്ടു. എന്നിട്ട് മുടക്കട്രാൻ കീരേൻ്റെ ഡീറ്റെയിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോ കേട്ടാ. എന്താന്ന് മുടക്ക് അട്രാൻ കീരയെന്ന് പറഞ്ഞാൽ, മുടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം ഇല്ലാതാക്കുന്ന ചെടീന്നാണ് ഉദ്ദേശിക്കുന്നത്. മുടക്ക് അട്രാൻ, അതായത് ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാതിരിക്കാൻ പറ്റിയ ചീരയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ട് ഒരു ദിവസം ചേച്ചീൻ്റെ അടുത്ത് ഈ മുടക്കട്രാൻ കീര കൊണ്ടു കൊടുത്ത് എനിക്ക് തോരൻ വെച്ച് തന്നായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. രസമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചവർപ്പാണ്. പക്ഷേ അത് കഴിച്ചിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുട്ടുവേദനക്കെല്ലാം നല്ല മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, മുടക്കട്രാൻ കീര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞ് നമ്മൾ പറമ്പിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ടോ. ഇതിൻ്റെ കായ് നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇത് ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ, ഷേപ്പുള്ള ഒരു കായ് ഇതിനുണ്ടാവും, കണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചമ്മന്തി മാതിരിയും ഉണ്ടാക്കാൻ പറ്റും, രസം വെച്ച് കഴിക്കാനും പറ്റും, എല്ലാം പറ്റും. ഞാനെന്നാൽ ഇന്ന് ഇതിൽ വെച്ച് ഒരു രസം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ നേരിട്ട് എനിക്ക് വെക്കാനൊന്നും അറിയില്ല. യൂട്യൂബ് ഒരു തമിഴ് വല്ല യൂട്യൂബ് ലിങ്ക് നോക്കി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ മുടക്കട്രാൻ കീര തയ്യാറാക്കുന്നതിനിടയിൽ മോൻ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളുടെ മെനു എന്താണെന്ന് വെച്ചാൽ ചോറ് ഓൺലി സോയാ ഫ്രൈ മാത്രമാണ്. അപ്പോൾ സോയാബീൻ പാനിൽ വെച്ച് ഫ്രൈ ആക്കുവാന്ന്, എണ്ണ വളരെ കുറച്ചിട്ട് ഫ്രൈ ആക്കുന്നതാണ്. വലിയ ഇതൊന്നും വേണ്ട, അവർക്ക് കുറച്ച് മസാലയും മുളകും ഉപ്പും ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കഴിച്ചോളും, വേറെ ഒന്നും പറ്റുകയില്ല. ശേഷം വീണ്ടും മുടക്കട്രാൻ കീര ഇടാം കേട്ടോ. അവന് ചോറ് കൊടുത്തതിന് ശേഷം മുടക്കട്രാൻ കീരേൻ്റെ ബാക്കി കാര്യം എന്താണെന്ന് നോക്കാം. വീട്ടിൽ ആളില്ലാത്ത ദിവസമേ എന്തെങ്കിലും പാചകം ട്രൈ ചെയ്യുള്ളൂ. കൊളായിനെങ്കിലും മറിച്ച് കളയാം, നന്നായിരുന്നെങ്കിൽ 4 ആൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ കണ്ട തമിഴ് വീഡിയോയിലെ പോലെ ആദ്യം രസത്തിന് വേണ്ട പേസ്റ്റ് തയ്യാറാക്കാൻ കുറച്ച് കുരുമുളക്, കുറച്ച് തക്കാളി, കറിവേപ്പില, മല്ലിയില പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഇട്ടില്ല, വെള്ളുള്ളി ഇട്ടു. ഇത് മിക്സി ജാറിൽ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മിക്സി ജാറിൽ കൊത്തമല്ലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നോക്കിയിട്ടുണ്ട്, കൊളാവോന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ പുളി കലക്കി വെച്ചിട്ടുണ്ട്. പുളി സാധാരണ എല്ലാവരും പറയുന്ന ഒരു നെല്ലിക്ക സൈസല്ലേ, നെല്ലിക്ക സൈസിലെ പുളി നമ്മൾ ഊറ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഊറ വെച്ച് എന്ന് പറഞ്ഞാൽ പൊതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സി ജാറിൽ ഈ സാധനങ്ങളൊന്ന് അടിച്ചെടുക്കാം. ഞാൻ പറിച്ചുകൊണ്ട് വെയിലത്ത് വന്നപ്പോൾ നല്ലോണം വാടി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ ഞാൻ എന്ത് ചെയ്തു, ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ട് അതിൽ താഴ്ത്തി വെച്ചായിരുന്നു തണ്ട്. ഇപ്പോൾ ആൾക്കാരങ്ങ് ഉഷാറായി. ഒന്ന് ഇത് കഴുകിയെടുക്കുവാണ്. മുടക്കട്രാൻ കീര കഴുകിയെടുക്കുവാണ്, ഒഴിഞ്ഞ കഴുകിയെടുക്കുവാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടേസ്റ്റ് ഇല്ല, നല്ല കയ്പ്പാണ് ഒഴിഞ്ഞേക്ക്. അപ്പോൾ നമുക്ക് എന്താണ്, ജോയിൻറ്റ് പെയിനിന് വളരെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 ദിവസം രസം ചെയ്ത് കഴിച്ചാൽ, രസമോ ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ തീർച്ചയായും ജോയിൻറ്റ് പെയിനിന് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി എടുത്തു. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണയിൽ കടുകും ഇത് വിട്ട് പൊട്ടിക്കുക. കടുകും പിന്നെ എന്താ ചേർക്കുക, നമ്മൾ കറിവേപ്പിലയും ചേർക്കൂല. കറിവേപ്പിലയും ചേർക്കട്ടെ.
കടുകും കറിവേപ്പിലയും ചേർന്ന് പൊട്ടിച്ചെടുത്ത് ശേഷം നമ്മൾ അരച്ചു വെച്ച സംഭവം ഇതിലേക്ക് ചേർക്കുന്നു. അരച്ചു വെച്ച സംഭവം ചേർത്ത് ഒരു വീഡിയോ പിടിക്കാൻ കൂടി ഒരാൾ ഹെൽപ്പിനില്ലല്ലോ. നന്നായിട്ട് ഇപ്പം അരച്ച പേസ്റ്റ് എണ്ണയിൽ ചൂടാകട്ടെ. ഒരുവിധം ചൂടായതിന് ശേഷം നമ്മുടെ മുടക്കത്താൻ കീര ഇതിനകത്ത് ആഡ് ചെയ്യാം, ഒഴിഞ്ഞ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടും നമ്മളെ വെള്ളുള്ളി ഒന്നും അങ്ങ് പൊട്ടിയിട്ട് കാണുന്നില്ല, ചൂടായി കാണുന്നുണ്ട്. ചൂടായതിന് ശേഷം മുടക്കറ്റാൻ കീര ഇട്ട് വഴറ്റു വന്നേ, നല്ലോണം വഴറ്റു വന്നു. അങ്ങനെ തന്നെ ഇലയിട്ടനെ. ഇത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഹെൽത്തിന് നല്ലതാണെന്നുള്ളതാണ്, അല്ലാതെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം എന്നുള്ളതുകൊണ്ടല്ല ആക്കുന്നത്. ഹെൽത്തിന്, ശരീരത്തിന് നല്ലതാണ്. എന്തുകൊണ്ട്? ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു മരുന്നാണ്. വെന്തുകൊണ്ടിരിക്കുന്ന ചീരയിൽ നമ്മൾ റെഡിയാക്കി വെച്ച പുളിച്ചാറ് ഒഴിച്ചു. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ നല്ലൊരു രസത്തിൻ്റെ മണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇത് നല്ല കയ്പുള്ള സാധനം ആയതുകൊണ്ട് ചെറിയൊരു നാട്ടുചക്കര കിട്ടാത്തതുകൊണ്ട് ഒരു വെല്ലത്തിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രസം എടുക്കുന്നതിന് മുന്നേ ഒരു കാഞ്ചമുളക പ്ലസ് ഒരു കൊണ്ടാട്ടപ്പറങ്ങി രണ്ടും ചേർത്തിട്ട് എണ്ണയിലിട്ടെടുത്ത് അത് മൂപ്പിച്ച് രസത്തിൽ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം പണി തീർന്നു കേട്ടോ. കഴിച്ചു നോക്കട്ടെ, സൂപ്പറാണോ ഇല്ലയോന്ന് ഞാൻ പറയാം. പാചകത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു വീഡിയോ പിടിക്കാൻ കൂടി ഒരാളെ സഹായത്തിന് കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾ മുടക്കറ്റാൻ കീര അഥവാ ഒഴിഞ്ഞ രസം വെക്കുവാണെങ്കിൽ യൂട്യൂബിൽ മുടക്കറ്റാൻ കീരയെന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇഷ്ടംപോലെ വീഡിയോ കാണും. ഈ വീഡിയോ നോക്കി ചെയ്യണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.